ഹായ് നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. നിങ്ങളുടെ സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്ന CCTV ക്യാമറകളെ സംബന്ധിച്ചുള്ള ഒരു പുതിയ സർക്കാർ നിയമം. നിങ്ങളൊരു പുതിയ ക്യാമറ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ക്യാമറ ശരിക്കും സേഫ് ആണോ എന്ന് സംശയമുണ്ടെങ്കിൽ, ഇത് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ CCTV ക്യാമറ നിങ്ങളെ തന്നെ രഹസ്യമായി നിരീക്ഷിക്കുന്നുണ്ടോ? കേൾക്കുമ്പോൾ ഒരു ഞെട്ടലുണ്ടല്ലേ? പക്ഷേ ഈ പുതിയ നിയമം വരുന്നതിന് മുൻപ് ഇത് നടക്കാനുള്ള സാധ്യത ശരിക്കും വളരെ കൂടുതലായിരുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അതിന് ഗവൺമെന്റ് എന്ത് പരിഹാരമാണ് കണ്ടുപിടിച്ചത്? നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത കുറച്ചു മിനിറ്റുകളിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് ഞാൻ പെട്ടെന്ന് പറയാം. ആദ്യം ക്യാമറകളിലെ ചതിക്കുഴികൾ എന്തൊക്കെയായിരുന്നു, പിന്നെ ഈ STQC, ഈ പുതിയ നിയമങ്ങൾ എന്തൊക്കെയാണ്, അത് മാർക്കറ്റിനെ എങ്ങനെ മാറ്റി, പിന്നെ ഏറ്റവും പ്രധാനമായി നിങ്ങളൊരു ക്യാമറ വാങ്ങുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം. അവസാനം ഇത് വെറുമൊരു ക്യാമറയുടെ കാര്യമല്ല, നമ്മുടെ എല്ലാം സുരക്ഷയുടെ കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കും. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ക്യാമറയിലെ ചതിക്കുഴികൾ. ഈ പുതിയ നിയമം വരുന്നതിനു മുൻപ് CCTV മാർക്കറ്റ് ഒരു നിയന്ത്രണവുമില്ലാത്ത കാടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഉപഭോക്താക്കൾക്ക് ശരിക്കും അപകടം നിറഞ്ഞ ഒരിടം. അതായത് സംഭവിച്ചുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ചൈന, തായ്വാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വലിയ അളവിൽ ക്യാമറകൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യും. എന്നിട്ടോ ഇവിടെയുള്ള ചില കമ്പനിക്കാർ അതിൻ്റെ മുകളിൽ സ്വന്തം ലേബൽ ഒട്ടിച്ച് ഒരു ക്വാളിറ്റി ചെക്കുമില്ലാതെ അങ്ങ് മാർക്കറ്റിൽ വിൽക്കും. ഇതിൻ്റെ സോഫ്റ്റ്വെയർ ആണെങ്കിൽ ഭയങ്കര വീക്കായിരിക്കും, ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ ഹാക്ക് ചെയ്യാം. ഏറ്റവും പേടിപ്പെടുത്തുന്ന കാര്യം എന്താണെന്നറിയോ? നിങ്ങളുടെ വീടിൻ്റെയും ഓഫീസിൻ്റെയും ഒക്കെ ദൃശ്യങ്ങൾ അതെല്ലാം സ്റ്റോർ ചെയ്തിരുന്നത് ഇന്ത്യക്ക് പുറത്തുള്ള സെർവറുകളിലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ സർവീസോ സപ്പോർട്ടോ കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ലായിരുന്നു. അപ്പോൾ ഇത്രയും സീരിയസ് ആയ ഒരു പ്രശ്നത്തിന് ഗവൺമെന്റിന്റെ ഉത്തരം എന്തായിരുന്നു? അതാണ് STQC. എന്താണിത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. STQC, അതിൻ്റെ മുഴുവൻ പേര് സ്റ്റാൻഡർഡൈസേഷൻ ടെസ്റ്റിംഗ് ആൻഡ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. പേര് കേട്ട് പേടിക്കണ്ട. സിമ്പിളായി പറഞ്ഞാൽ, ഒരു ഇലക്ട്രോണിക് പ്രോഡക്റ്റ് ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള ക്വാളിറ്റിയും സേഫ്റ്റിയും ഒക്കെയുള്ള സ്റ്റാൻഡേർഡ് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പു തരുന്നൊരു സീലാണിത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം തരുന്നൊരു ഗ്യാരണ്ടിയാണിത്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ഭാഗം, പുതിയ കർശന നിയമങ്ങൾ. ഈ സർട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് എന്തൊക്കെയാണ് മാറാൻ പോകുന്നത്? ഈ ഡേറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിച്ചോളൂ. 2025 ഏപ്രിൽ 1 മുതൽ ഇന്ത്യയിൽ പുതിയതായി ഉണ്ടാക്കുന്ന എല്ലാ IP ക്യാമറകൾക്കും, അത് വയറുള്ളതായാലും വയർലെസ് ആയാലും ശരി, ഈ STQC സർട്ടിഫിക്കേഷൻ നിർബന്ധമാണ്. അതിൻ്റെ അർത്ഥമെന്താ? മാർച്ച് 31 വരെ സർട്ടിഫിക്കേഷൻ ഇല്ലാത്ത പഴയ സ്റ്റോക്ക് ചിലപ്പോൾ മാർക്കറ്റിൽ കാണുമായിരിക്കും. പക്ഷേ ഇനി അങ്ങോട്ട് വിപണിയുടെ ഭാവി മുഴുവൻ സർട്ടിഫൈഡ് ക്യാമറകളുടേതാണ്. ഈ സർട്ടിഫിക്കേഷൻ കിട്ടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഓരോ ക്യാമറയുടെയും ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും നമ്മുടെ ഗവൺമെൻറ് ലാബുകളിൽ കൊണ്ടുപോയി വിശദമായി പരിശോധിക്കും. അതിൻ്റെ സോഴ്സ് കോഡ് വരെ അവർക്ക് പരിശോധിക്കാൻ അധികാരമുണ്ട്. പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നിർണായകമായ നിയമം എന്താണെന്നറിയുമോ? നമ്മുടെ എല്ലാം ഡേറ്റ, അതായത് ക്യാമറയിലെ ദൃശ്യങ്ങൾ സ്റ്റോർ ചെയ്യുന്ന സെർവറുകൾ, അത് നിർബന്ധമായും ഇന്ത്യയിൽ തന്നെ ആയിരിക്കണം. ഇതിലും വലിയൊരു പ്രൈവസി ഗ്യാരണ്ടി കിട്ടാനില്ല. അടുത്തത് വിപണിയിലെ മാറ്റങ്ങൾ. ഈ പുതിയ നിയമങ്ങൾ കാരണം ഇന്ത്യൻ CCTV മാർക്കറ്റിൽ ഒരു വലിയ കുലുക്കം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ മാറ്റം എത്ര വലുതാണെന്ന് നോക്കൂ. പണ്ട് എല്ലാം ഇറക്കുമതിയെ ആശ്രയിച്ചായിരുന്നു. ബ്രാൻഡിനൊരു സുരക്ഷയുമില്ല, നമ്മുടെ ഡേറ്റ എപ്പോൾ വേണമെങ്കിലും ചോരാമെന്ന പേടി. ഇപ്പോഴോ ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യം കൂടി. എല്ലാത്തിനും കർശനമായ ടെസ്റ്റിംഗ് ഉണ്ട്. നമ്മുടെ ഡേറ്റ ഇന്ത്യയിൽ തന്നെ സുരക്ഷിതമാണ്. ഇത് നമുക്ക് എത്രത്തോളം നല്ലതാണെന്ന് ഒന്നാലോചിച്ച് നോക്കൂ. ഈ ടെസ്റ്റ് എത്രത്തോളം കടുപ്പമുള്ളതാണെന്നറിയാൻ ഈ ലിസ്റ്റ് നോക്കിയാൽ മതി. ഇതുവരെ വളരെ കുറച്ച് കമ്പനികൾക്ക് മാത്രമേ IP ക്യാമറകൾക്ക് ഈ സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുള്ളൂ. CP+, സ്പർശ്, പ്രോമ, മെട്രിക്സ്, ഈ ബ്രാൻഡുകൾ ആ കടമ്പ കടന്നവരാണ്. ഇത് കാണിക്കുന്നത് ഈ പ്രോസസ്സ് എത്ര സീരിയസ് ആണെന്നാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഓൺലൈനിലൊക്കെ ചിലപ്പോൾ വില കുറഞ്ഞ, സർട്ടിഫിക്കേഷൻ ഇല്ലാത്ത ക്യാമറകൾ കാണാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക, അതൊക്കെ പഴയ സ്റ്റോക്കാണ്. പിന്നീട് അതിന് സർവീസോ പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളോ കിട്ടണമെന്നില്ല. ആ ചെറിയ വിലക്കുറവിന് പിന്നിൽ വലിയൊരു റിസ്ക് ഉണ്ട്, അത് മറക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ 5ാമത്തെ പോയിന്റിലേക്ക് വരാം. നിങ്ങളുടെ സുരക്ഷ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പ്, ഇതെല്ലാം അറിഞ്ഞതുകൊണ്ട് സാധാരണക്കാരനായ നിങ്ങൾക്ക് എന്ത് ഗുണമാണുള്ളതെന്ന് നോക്കാം. നിങ്ങൾ വാങ്ങുന്ന ക്യാമറയുടെ പെട്ടിയിൽ ആ STQC ലോഗോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഉറപ്പിക്കാം. 1, ഹാക്കിങ്ങിൽ നിന്ന് നല്ല സംരക്ഷണം കിട്ടും. 2, നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റ ഇന്ത്യ വിട്ട് പുറത്തു പോകില്ല. 3, കിട്ടുന്ന പ്രൊഡക്റ്റിന് നല്ല ക്വാളിറ്റിയും പെർഫോമൻസും ഉണ്ടാകും.
നാലാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും ഇത് ഗവൺമെന്റ് തന്നെ പരിശോധിച്ച് ഉറപ്പു തന്ന ഒരു പ്രൊഡക്റ്റാണ് എന്ന വിശ്വാസം. അതുകൊണ്ട് ഇനി നിങ്ങൾ എപ്പോഴൊരു IP ക്യാമറ വാങ്ങാൻ പോയാലും അത് കടയിലായാലും ശരി, ഇൻസ്റ്റാൾ ചെയ്യാൻ വരുന്ന ആളോടായാലും ശരി, ഒരൊറ്റ ചോദ്യം മാത്രം ചോദിക്കുക: ഇതിന് STQC സർട്ടിഫിക്കേഷൻ ഉണ്ടോ? ഈ ഒരൊറ്റ ചോദ്യം മതി നിങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ. ഇനി നമ്മുടെ അവസാന ഭാഗത്തേക്ക്, ക്യാമറകൾക്കപ്പുറം ഒരു സുരക്ഷാ കവചം. ഇത് വെറുമൊരു ക്യാമറയുടെ സർട്ടിഫിക്കേഷൻ മാത്രമല്ല, അതിലും വലുതാണ്. ഈ STQC എന്ന സ്റ്റാൻഡേർഡ് ക്യാമറയ്ക്ക് വേണ്ടി മാത്രമുണ്ടാക്കിയ ഒന്നല്ല. അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം. നമ്മുടെ ആധാർ ബയോമെട്രിക് മെഷീനുകളില്ലേ, വോട്ടിംഗ് സിസ്റ്റംസ്, ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട വെബ്സൈറ്റുകൾ, സ്മാർട്ട് സിറ്റി പ്രോജക്റ്റുകൾ, ഇവിടെയെല്ലാം ഇതേ സുരക്ഷാ നിലവാരമാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ആധാറിനെയും വോട്ടിങ്ങിനെയും ഒക്കെ സംരക്ഷിക്കുന്ന അതേ സുരക്ഷാ കവചമാണ് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ക്യാമറയ്ക്കും കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ ക്യാമറ ഇപ്പോൾ സുരക്ഷിതമായി. ഇനി ഒരു നിമിഷം ചിന്തിക്കൂ, നിങ്ങളുടെ വീട്ടിൽ വേറെ എന്തൊക്കെ സ്മാർട്ട് ഡിവൈസുകളുണ്ട്? നിങ്ങളുടെ സ്മാർട്ട് TV, സ്മാർട്ട് സ്പീക്കർ, ഇതിനൊക്കെ ഇത്രയും ശക്തമായൊരു സംരക്ഷണം വേണ്ടേ? ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ? തീർച്ചയായും താഴെ കമന്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കൂ.